ഇത് പുതിയ രീതിയിലൊരു സ്ലീവ് നമ്മൾ തയ്ക്കുവാണ്. അതിന് സ്ലീവ് ശരിക്ക് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിനെ നേരെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ആ രണ്ട് പാർട്ടും കൂടെ ഒന്ന് അടുപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മടക്കുന്ന അവിടെ ഒന്ന് മുറിച്ച് വിട്ട് ഇതിന് ശേഷം നമ്മൾ അത്രയും കൈയുടെ അറ്റം മടക്കി തയ്ക്കണം കേട്ടോ. മടക്കി തയ്ച്ചിട്ട് നമ്മളത് മുറിച്ച് വിട്ടതിന് ശേഷം അതായത് നമ്മളിനി അത് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത് പറയാം. നമ്മളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിലോട്ട് നമ്മൾ ഇതേപോലെ ഒരു 3-4 കഷ്ണം തുണി തയ്ച്ച് അത് പിൻ ചേർത്ത് എടുക്കുകയാണ്. നമ്മളത് മടക്കിയെടുത്തതാണ്. നമ്മൾ ആ സ്ലീവിൻ്റെ സൈഡ് അടിക്കുവാണ്. അതായത് പാകത്തിന് ഇറക്കം എത്രയാണോ അത് വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കുവാണ്. നമ്മൾ കൈക്കുഴിയിലേക്ക് ചേർക്കേണ്ട വശമല്ല, അതങ്ങനെ കിടക്കട്ടെ. നമ്മളതിൻ്റെ ഇറക്കവശം നമ്മൾ ഒന്ന് മറിച്ചടിക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ രണ്ടായിട്ട് ശരിക്കും വെച്ചതിന് ശേഷം അതിൻ്റെ മധ്യത്തിലൂടെ നമ്മളതൊന്ന് മുറിച്ച് വിടുകയാണ്. അതായത് ആ സ്ലീവിനെ നേരെ പകുതി വെച്ച് രണ്ടായിട്ട് മുറിക്കുക. അത് മുറിക്കുമ്പോൾ ഓർത്തോണം അതിൻ്റെ സെൻറ്റർ തന്നെ എടുത്തിട്ട് വേണം അതിൻ്റെ ചുളി കൊണ്ട് അതൊക്കെ നിവർത്ത് നേരെ രണ്ടായിട്ട് നമ്മൾ അത് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടുമല്ലേ. ഇനി നമുക്ക് ഈ 2 പീസും കൂടെ നമ്മൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്, അതിനാണ് നമ്മൾ ഒരു പുതിയ രീതി നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 2 പീസും കൂടെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുവാണ്. അത് ചേർത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പണിയും കൂടെ ഉണ്ടാകുന്നത് എന്താണെന്ന് നോക്കാവേ. ഒരു പേപ്പർ എടുക്കണം. നമ്മൾ പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തുണി തയ്ച്ച് അത് പിന്നെടുത്ത് അതിനെ മറിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ 4 പീസ് നമ്മൾ ഈ പേപ്പറിലോട്ട് വെച്ച് ഒരേപോലെ 4 പീസ്, അത് എത്ര സ്ലീവിന് നീളമുണ്ടോ അത്രയും പീസ് എടുത്തോണം. ഞാനിവിടെ ചെറിയ സ്ലീവാണ്, അതുകൊണ്ട് അധികം പീസ് വേണ്ട. 4 പീസ് ഉണ്ടെങ്കിൽ അത് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ 4 പീസ് ഈ പേപ്പറിലോട്ട് ചേർത്ത് വെച്ച് നമ്മൾ അടിക്കുവാണേ. പേപ്പറോട് ചേർത്ത് വെച്ച് 2 സൈഡും അതിന് അടിക്കണം. എന്നിട്ട് 2 സൈഡും അടിച്ചതിന് ശേഷം ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി, ഒത്തിരിയൊന്നും അടിക്കണ്ട. അപ്പം 4 പീസായി. 4 പീസാണ് ഞാൻ വെക്കുന്നത്. എന്നാൽ നമ്മുടെ കൈയുടെ സ്ലീവിന് എത്ര നീളമുണ്ടോ അതനുസരിച്ച് വെച്ചോണം കേട്ടോ. ഇവിടെ ഈ 4 പീസിൻ്റെ ആവശ്യമുള്ളൂ. ആ 4 പീസിൻ്റെ 2 സൈഡും ഓരോ പ്രാവശ്യം ഒന്ന് അടിക്കുക. നമ്മൾ അതിൻ്റെ 2 സൈഡും അടിച്ചു. എന്നിട്ട് നമ്മൾ ആ ബാക്കി വരുന്ന പേപ്പർ നമ്മൾ അത് ശരിക്കും അങ്ങ് കണ്ടിച്ച് കളയണം. 2 സൈഡിൽ നിന്നും കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളത് തിരിച്ചിട്ടിട്ട് നമ്മൾ പതുക്കെ ആ പേപ്പർ അങ്ങ് ഊരിക്കളയുക. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി, ആ പേപ്പർ അങ്ങ് പോരും. ആ സൈഡൊന്ന് പൊട്ടിച്ച് വിട്ടിട്ട് നമ്മൾ 2 സൈഡിലും ഒക്കെ ഉള്ള ആ പേപ്പറിൻ്റെ അതെല്ലാം അങ്ങ് കളയണം. അപ്പം നമ്മൾ ആ ചേർത്ത് വെച്ച 4 പീസ് തുണിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മളത് തീർത്ത് അങ്ങ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മളിതിനോട് ചേർത്ത് വെക്കുവാണ്. അത് ഇച്ചിരി പേപ്പറിൻ്റെ എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കഴുകുമ്പോൾ അത് പൊക്കോളും. ഇനി അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ പതുക്കെ നമ്മൾ 2ആയിട്ട് മുറിച്ച് വെച്ചില്ലേ, 2 ബ്ലൗസിൻ്റെ 2 പീസായിട്ട് മുറിച്ച് വെച്ചില്ലേ, അവിടേക്ക് നമ്മളിത് തയ്ച്ച് ചേർത്ത് പിടിപ്പിക്കുക. അപ്പോൾ ചേർത്ത് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ തയ്ക്കുന്നത് ശരിക്കും അഴുക്ക് പുറത്ത് വെച്ച് തയ്ക്കരുത്. നല്ല പുറത്ത് വെച്ച് നമ്മൾ അഴുക്ക് പുറത്തേക്ക് മടക്കി അടിക്കുവാണേ.
കണ്ടോ, ഇങ്ങനെ 2 സൈഡും നമ്മളൊന്ന് അടിക്കണം. അതും ഓരോ പ്രാവശ്യം അടിച്ചാൽ മതി, അഴിഞ്ഞു പോകരുത്. ഒരു ലോക്കിട്ട് ഓരോ പ്രാവശ്യം ഒന്നടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ കണ്ടാൽ നല്ല രസമുണ്ട്, ഭംഗിയുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പീസിൽ ഈ 4 പീസ് നമ്മൾ വെട്ടിച്ചേർത്ത് വെച്ചില്ലേ, അത് വല്ല മുത്തോ അല്ലെങ്കിൽ വല്ലതും ഒക്കെ തയ്ച്ച് വെച്ചാലും നല്ല രസമാണ്. ഞാനിവിടെ ഒന്നും ചെയ്തിരുന്നില്ല. ആ പീസൊന്ന് 4 എണ്ണം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വെട്ടിയ 2 പീസും കൂടെ കൂട്ടിച്ചേർത്ത് ശരിക്കും ഒരു സ്ലീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. ഡെയിലി ഇതുപോലെ തയ്യൽ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പം നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണം, അപ്പം നിങ്ങൾക്ക് എല്ലാം ശരിക്കും മനസ്സിലാവും.